നമസ്കാരം. അമേരിക്കയിൽ വെടിപൊട്ടിച്ച് ഒമാൻ. ട്രംപിനെ പിടിച്ചുകെട്ടാൻ ഒമാൻ പട വാഷിംഗ്ടണിൽ. ലോക ഭൂപടത്തിന്റെ ഒരു കോണിൽ ശാന്തതയുടെയും നിശബ്ദതയുടെയും പ്രതീകമായിട്ട് നിലനിൽക്കുന്ന ഒരു കൊച്ചു സുൽത്താനേറ്റ് ഉണ്ട്, ഒമാൻ സുൽത്താനേറ്റ്. എന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തം ഒഴുകുന്ന ഹോർമൂസ് കടലിടുക്കിലേക്ക് കണ്ണെത്തിച്ചാൽ ഒമാൻ വെറുമൊരു രാജ്യമല്ല, ലോകത്തിലെ വൻ ശക്തികളെ പോലും വിറപ്പിക്കുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വൻ മതിലാണത്. തൻ്റെ രണ്ടാം ഔദ്യോഗിക കാലാവധി തുടങ്ങി വെറും 16 മാസങ്ങൾക്കുള്ളിൽ ലോക ജനസംഖ്യയിലെ 11-ൽ ഒരാളെ വീതം ഉപരോധങ്ങളുടെയും യുദ്ധഭീതിയുടെയും നിഴലിലാക്കിയ ഒരൊറ്റ പേരേയുള്ളൂ. അത് മറ്റാരുമല്ല, അത് ഡൊണാൾഡ് ട്രംപാണ്. കാനഡയും ക്യൂബയും മുതൽ വെനിസ്വേലയും പനാമ കനാലും വരെ തന്റെ കാൽ കീഴിലാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അമേരിക്കയുടെ യുദ്ധക്കൊതി ഇപ്പോൾ ഒമാന്റെ അതിനുമേൽ വിരൽ ചൂണ്ടിയിരിക്കുകയാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: അവർ എല്ലാവരെയും പോലെ പെരുമാറണമില്ലെങ്കിൽ ഞങ്ങൾക്ക് അവരെ ബോംബെറിഞ്ഞ് തകർക്കേണ്ടി വരുമെന്നുള്ള ട്രംപിന്റെ ഭീഷണി. ഇത് വെറുമൊരു ഭീഷണിയല്ല, തങ്ങളുടെ ആധിപത്യത്തിന് വഴങ്ങാത്ത ഏതൊരു രാജ്യത്തെയും ആയുധ ബലം കൊണ്ട് അടിച്ചമർത്തുമെന്ന അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ പരസ്യ പ്രഖ്യാപനമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ 39 കിലോമീറ്റർ വീതിയുള്ളതാണ് ഹോർമൂസ് കടലിടുക്ക് എന്ന് നമുക്ക് തോന്നാമെങ്കിലും വലിയ വാണിജ്യ കപ്പലുകൾക്കും സൂപ്പർ ടാങ്കറുകൾക്കും സഞ്ചരിക്കാൻ യോഗ്യമായിട്ടുള്ള ആഴക്കടൽ ചാനലുകൾ വളരെ പരിമിതമാണ്. ഇവിടെയാണ് ഭൂമിശാസ്ത്രം ഒമാന് നൽകിയിരിക്കുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള മേൽക്കൈ അമേരിക്കയെ അസ്വസ്ഥമാക്കുന്നത്. ഇവിടെ ഈ കടലിടുക്കിന്റെ വടക്കൻ ഭാഗം, അതായത് ഇറാന്റെ തീരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങൾ ആഴം കുറഞ്ഞതും പാറക്കെട്ടുകൾ നിറഞ്ഞതുമാണ്. കൂടാതെ ഖേഷം, ലാറാക്ക്, ഹോർമൂസ് തുടങ്ങിയ ദ്വീപുകളെ കേന്ദ്രീകരിച്ച് ഇറാന്റെ ശക്തമായിട്ടുള്ള സൈനിക പ്രതിരോധ സംവിധാനങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഗോള കപ്പൽ ഗതാഗതത്തിനായിട്ട് അന്താരാഷ്ട്ര സമൂഹം നിശ്ചയിച്ചിട്ടുള്ള ട്രാഫിക് സെപ്പറേഷൻ സ്കീം പ്രകാരമുള്ള ഏറ്റവും സുരക്ഷിതവും ആഴമേറിയതുമായിട്ടുള്ള കപ്പൽ ചാലുകൾ പൂർണ്ണമായിട്ടും സ്ഥിതി ചെയ്യുന്നത് ഒമാന്റെ പരമാധികാരത്തിലുള്ള മുസന്തം ഉപദ്വീപിനോട് ചേർന്നുള്ള പ്രാദേശിക ജലാശയം. വെറും 2 മൈൽ മാത്രം വീതിയുള്ള ഒരു ഇടുങ്ങിയ പാതയിലൂടെയാണ് ഏഷ്യയിലെ വൻശക്തികളായിട്ടുള്ള ഇന്ത്യ, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്കുള്ള ഇന്ധനം മുഴുവനും കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇറാൻ തന്റെ പക്കലുള്ള ആധുനിക മിസൈലുകളും ഡ്രോണുകളും വേഗമേറിയ യുദ്ധക്കപ്പലുകളും ഉപയോഗിച്ച് കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുവാൻ സൈനികമായിട്ടുള്ള പ്രാപ്തരായിട്ടുള്ളവരാണെങ്കിലും മറുവശത്ത് ഒമാൻ തന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം കൊണ്ട് കപ്പലുകളുടെ സുരക്ഷിതമായിട്ടുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുവാൻ ശേഷിയുള്ള മറഞ്ഞിരിക്കുന്ന ശക്തിയായിട്ട് മാറുകയാണ്. ചുരുക്കത്തിൽ ഒമാന്റെ പൂർണ്ണമായിട്ടുള്ള സഹകരണം, സുരക്ഷാ മേൽനോട്ടമില്ലാതെ ഈ വഴിയിലൂടെയുള്ള ആഗോള വാണിജ്യം പൂർണ്ണമായിട്ടും അസാധ്യമാണെന്നർത്ഥം. 2026 ഫെബ്രുവരി മാസം 28-ന് ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തിയ വ്യോമാക്രമണം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി മേഖലയെ വലിയൊരു യുദ്ധക്കളമാക്കി മാറ്റി. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ അധിനിവേശം ഉറപ്പിക്കുവാൻ അമേരിക്ക നടത്തിയ ഈ ക്രൂരമായ നീക്കത്തിന് മറുപടിയായിട്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹോർമൂസ് കടലിടുക്കിൽ ശക്തമായിട്ടുള്ള ഉപരോധം ഏർപ്പെടുത്തി. ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ പ്രതിസന്ധികളിൽ ഒന്നിന് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. 1550-ലധികം വാണിജ്യ കപ്പലുകൾ കടലിടുക്കിന്റെ ഇരുവശത്തുമായിട്ട് കുടുങ്ങിക്കിടന്നു. അന്താരാഷ്ട്ര കപ്പൽ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ മുൻപത്തേക്കാൾ 6 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചു. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറ ഇളകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് തങ്ങളുടെ സാമ്രാജ്യത്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം അമേരിക്ക ഒരു ജനതയ്ക്ക് മേൽ യുദ്ധം അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ഇന്ധനത്തിനായിട്ട് ഈ കടലിടുക്കിനെ ആശ്രയിക്കുന്ന കോടിക്കണക്കിന് സാധാരണപ്പെട്ട മനുഷ്യരാണ്. ഈ കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ഒമാൻ എന്ന രാജ്യം തങ്ങളുടെ നയതന്ത്ര മികവോടെ ഇരുകൂട്ടർക്കും ഇടയിൽ ഒരു സമാധാന പാലമായി പ്രവർത്തിക്കുവാൻ ശ്രമിച്ചത് എന്നുള്ളതാണ്. ഈ പ്രതിസന്ധിക്ക് പിന്നാലെ കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായിട്ട് ഇറാൻ മെയ് 5-ന് പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് അതോറിറ്റി രൂപീകരിച്ചു. ഈ പുതിയ സംവിധാനം അനുസരിച്ച് കടന്നു പോകുന്ന ഓരോ കപ്പലും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നതും ഒരു ബാരൽ എണ്ണയ്ക്ക് $1 എന്ന നിലയിൽ ഗതാഗത ഫീസ് അഥവാ ടോൾ ഇറാനിയൻ കറൻസി ആയിട്ടുള്ള റിയാലിൽ നൽകണമെന്നും ട്രംപ് നിർദ്ദേശിക്കപ്പെട്ടത്. തങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങളെ മറികടക്കുവാൻ ഇറാൻ നടത്തുന്ന ഈ നീക്കത്തെ നേരിടാൻ അമേരിക്ക വീണ്ടും ഭീഷണിയുമായിട്ട് രംഗത്തെത്തി. ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ മറ്റൊരു അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കുവാൻ ശ്രമിക്കുന്ന അമേരിക്ക ഇതിന്റെ പേരിൽ ഒമാനെ ഭയപ്പെടുത്തുവാനാണ് നോക്കുന്നത്. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, ഹോർമൂസ് കടലിടുക്കിൽ ടോൾ സംവിധാനം ഏർപ്പെടുത്തുവാനുള്ള ഒരു നീക്കവും US സർക്കാർ സഹിക്കില്ല എന്ന്. ഇത് നേരിട്ടോ അല്ലാതെയോ സഹായിക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ സഹായിക്കുന്ന ഒമാൻ ഉൾപ്പെടെയുള്ള ഏത് ശക്തിയെയും അമേരിക്കൻ ട്രഷറി ലക്ഷ്യമിടുകയാണ്. അവരെ ശിക്ഷിക്കും.
തങ്ങളുടെ ഡോളർ ആധിപത്യവും ഉപരോധ രാഷ്ട്രീയവും തകരുമെന്ന ഭീതിയിലാണ് അമേരിക്ക ഒമാനെ പോലുള്ള ഒരു പരമാധികാര രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തുന്നത് എന്നതാണ്. ഈ തർക്കത്തില് അന്താരാഷ്ട്ര നിയമങ്ങളെ തങ്ങൾക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുന്ന അമേരിക്കൻ ഇരട്ടത്താപ്പ് വ്യക്തമാണ്. 1982 ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ പ്രകാരം ഹോർമൂസ് കടലിലേക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയാണ്. അപ്പോൾ അതിലൂടെ കപ്പലുകൾക്ക് തടസ്സമില്ലാതെ സഞ്ചരിക്കുവാൻ അവകാശമുണ്ട്. ഒമാൻ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളതിനാൽ അവർ ഈ നിയമങ്ങളെ മാനിക്കേണ്ടി വരുന്നു. എന്നാൽ ഇറാൻ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും അത് ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണി ഉണ്ടായാൽ കപ്പലുകൾ തടയാൻ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് ടെഹ്റാന്റെ നിലപാട്. അപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അർഗാച്ചി വ്യക്തമാക്കിയതുപോലെ ഈ കടലിടുക്ക് എന്ന് പറയപ്പെടുന്ന ഇറാന്റെയും ഒമാന്റെയും പ്രാദേശിക ജലാതിർത്തിക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിനിടയിലും അന്താരാഷ്ട്ര ജലാതിർത്തി എന്നൊന്ന് സംവിധാനമേ ഇല്ല. കപ്പൽ ഗതാഗതം പഴയതുപോലെയാക്കാൻ ഒമാനും ഇറാനും സംയുക്തമായിട്ട് ട്രാഫിക് മാനേജ്മെന്റ് ചർച്ചകൾ നടത്താൻ ശ്രമിക്കുകയാണ്. അമേരിക്ക നിയന്ത്രണം വിട്ട് ഒമാനെതിരെ തിരിയുന്നത് ഇവിടെയാണ്. അതായത് ഒമാനും ഇറാനും സംയുക്തമായിട്ട് ട്രാഫിക് മാനേജ്മെന്റ് ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അമേരിക്ക. ലോകത്തെവിടെയും തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ അന്താരാഷ്ട്ര നിയമങ്ങളെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് എന്ന് പറയപ്പെടുന്ന വ്യക്തി തങ്ങൾക്ക് പരിക്കേൽക്കുമ്പോൾ ആയുധമെടുത്ത് ഭീഷണിപ്പെടുത്തുന്നതാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. എന്നാൽ അമേരിക്കയിൽ വെടിപൊട്ടിച്ച് ഒമാൻ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തതും ഇതേ അമേരിക്കയാണ്. ട്രംപിനെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഒമാൻ വാഷിംഗ്ടണിലേക്ക് എത്തപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കിയതും ഈ പറഞ്ഞ വ്യക്തികൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ അമേരിക്കയിൽ വെടിപൊട്ടിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഒമാൻ വളരുമെങ്കിൽ ഒമാന് സംരക്ഷണം നൽകാൻ കഴിയുന്ന ആരൊക്കെയോ അതിന് പിന്നിൽ. മാത്രമല്ല ഡൊണാൾഡ് ട്രംപിനെ പോലൊരു വ്യക്തിയോടൊപ്പം നിന്ന് മുന്നോട്ട് പോകുവാനോ സഹകരിക്കുവാനോ കഴിയാത്ത വലിയ ഭൂരിപക്ഷം വരുന്ന രാജ്യങ്ങളും ഈ ലോകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അവർക്കെതിരെ കൃത്യമായിട്ടുള്ള കണിശമായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.